ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കുന്നത് നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ മറഞ്ഞിരിക്കുന്ന ഫോൾഡറുകൾ കണ്ടെത്തുകയും ആ ഫോൾഡറുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ജങ്ക് ഫയലുകൾ കണ്ടെത്തി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് കൂട്ടുന്നതിന് വേണ്ടി നമ്മളുടെ ഫോണിലെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറി നോക്കുമ്പോൾ നമുക്ക് ഒരു മാറ്റവും കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കുന്ന ഈ ഫോൾഡറിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ നമുക്ക് ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന അടിപൊളി ട്രിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നേരെ ഫോണിലേക്ക് പോകും. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 3 ഡോട്ട് ലൈൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോൾ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഷോ ഹിഡൻ ഫയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റൺ ആൻഡ്രോയിഡ് ആൻഡ് ആപ്സ്. അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് വരിക. അതിനുശേഷം നമുക്കിവിടെ ഫോൾഡറിൻ്റെ ഒരു ഐക്കൺ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോണിലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇൻറ്റേർണൽ ഷെയർഡ് സ്റ്റോറേജ്. അപ്പോൾ ഇത് നമ്മളുടെ ഇൻറ്റേർണൽ മെമ്മറിയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത്, നമുക്കിവിടെ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോം വാട്സപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. വീണ്ടും വാട്സപ്പിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമുക്കിവിടെ കാണാം മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ വീണ്ടും ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വാട്സപ്പ് ഓഡിയോ, വാട്സപ്പ് ബാക്കപ്പ്, വാട്സപ്പ് ഡോക്യുമെൻറ്റ്സ്, വാട്സപ്പ് ഇമേജസ്, വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോസ്. ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് വാട്സപ്പ് ഇമേജസ് ആണ്. ഇത് നമ്മളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തും അതേപോലെ തന്നെ മറ്റ് ഫോണുകളിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതായ ഫോട്ടോകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഫോണിലെ ഫോണിൽ നമ്മൾ മെമ്മറി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഫയലുകളും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടും നമ്മളുടെ ഫോൺ മെമ്മറി ഇവിടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് എന്ന ഇമേജസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സെൻഡ് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വളരെയധികം ഫോട്ടോസാണ് ഈ ഫോൾഡറുകളിൽ നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂടുതൽ പ്രശ്നമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ സെൻഡ് ചെയ്തും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്തുമായ എല്ലാ ഫോട്ടോസും ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. നമ്മൾ പലപ്പോഴും പല ഫോട്ടോസുകൾ മെമ്മറി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മളുടെ ആവശ്യമുള്ള ഫോട്ടോസൊക്കെ മിസ്സായിട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ഇത് നമുക്കൊരു ത്രാഷ് ഫോൾഡർ ഉണ്ട്, അതിലേക്കാണ് പോവുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ എല്ലാം സെലക്ട് ചെയ്യുന്നു. ഇവിടെ എല്ലാ ഫോൾഡറുകളും ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഡിലീറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഡിലീറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരുവിധം നമ്മളുടെ ഈ മെമ്മറിയുടെ പ്രശ്നം ഇവിടെ നമുക്ക് വളരെയധികം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻഡ് എന്നുള്ള ഫോൾഡറുകൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഇത് നമുക്കറിയാം, ഈ സെൻഡ് എന്ന ഫോൾഡറുകൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഫയലുകളാണ് ഇതിലേ പോയി കിടക്കുന്നത്. അപ്പോൾ എത്ര നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമുക്കറിയാം ഫോൺ മെമ്മറി നമ്മളുടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും ജസ്റ്റ് ബാക്കിലേക്ക് വരാം. അതിനുശേഷം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ വാട്സപ്പ് വീഡിയോസ് എടുക്കുക, വീണ്ടും സെൻഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വീഡിയോസ്. അതേപോലെ തന്നെയാണ് വീഡിയോസും നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയും നിങ്ങൾ സെലക്ട് ചെയ്ത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മളുടെ പ്രശ്നം ഇവിടെ സോൾവ് ആകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം
നമുക്കറിയാം നമുക്കൊരു ത്രാഷ് ഫോൾഡറും കൂടിയുണ്ട്. അവിടെ പോയി നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ചില ഫയൽ മാനേജറിൽ ചില ഫോണുകളിൽ ഓൾറെഡി ത്രാഷ് ഫോൾഡർ ഉണ്ടാകും. അതിൽ പോയി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ചില ഫോണുകളിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആൽബംസ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ക്ലിയർ ത്രാഷ് ഫയൽസും ഉണ്ട്, അതേപോലെ തന്നെ ഡിലീറ്റഡ് ഐറ്റംസും ഉണ്ട്. നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത ഐറ്റംസ് ഇവിടെ രണ്ട് സ്ഥലത്തും വന്ന് നമ്മളുടെ നേരത്തെ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഫോണിലെ സ്റ്റോറേജിൻ്റെ സ്പേസ് പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്